അസ്സലാമു അലൈക്കും. നിസാമേ, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പിതാവ് നീയാണെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം എൻ്റെ കുഞ്ഞ് അവൻ്റെ ബാപ്പയുടെ മേൽവിലാസത്തിൽ തന്നെ വളരും. അവൻ നിന്നെ തന്നെ ബാപ്പ എന്ന് വിളിക്കും. അത് പറയുമ്പോൾ വല്ലാത്തൊരു വാശി അവളുടെ സ്വരത്തിൽ നിറഞ്ഞു നിന്നു. ആ പറഞ്ഞത് ദഹിക്കാതെ നിസാം പാഞ്ഞു വന്നു ഷെറിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഭിത്തിയോട് ചേർത്ത് നിർത്തി അവൻ്റെ ബലിഷ്ഠമായ കരം കഴുത്തിൽ അമർന്നതും ഷെറിൻ ശ്വാസം കിട്ടാതെ പിടച്ചു. നീ എന്ത് കരുതിയടി തേവിടിച്ച്? ഒരു ചീഞ്ഞ നാടകം കളിച്ച് കുറേ വായിട്ടലച്ച് എന്നെ എങ്ങ് പൂട്ടാമെന്നോ? നീ നിന്റെ കുഞ്ഞിനെ എൻ്റെ അഡ്രസ്സിൽ വളർത്തൂല്ലേ? നമുക്ക് കാണാം. അതിനെക്കൊണ്ട് നീ എന്നെ ബാപ്പ എന്ന് വിളിപ്പിക്കുമല്ലേ? പൂതിയൊക്കെ കൊള്ളാം മോളെ, പക്ഷേ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നിസാം ക്രൂരമായി ചിരിച്ചു. ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടെങ്കിലല്ലേ നീ പ്രസവിക്കൂ? നിന്നെയും നിന്റെ ഉള്ളിൽ വളരുന്ന ആ വിത്തിനെയും ഈ നിമിഷം ഞാൻ നരകത്തിലേക്ക് അയക്കാൻ പോകുക. മൂർച്ചയോടെ പറഞ്ഞുകൊണ്ടവൻ ഷെറിൻ്റെ കഴുത്തിൽ വിരലുകൾ അമർത്തി. ഷെറിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നു. ശ്വാസത്തിന് വേണ്ടി പിടക്കുന്നവളെ നോക്കി നിൽക്കുമ്പോൾ നിസാമിൻ്റെ കണ്ണുകൾ തിളങ്ങി. പെട്ടെന്ന് ആരോ വാതിൽ തട്ടുന്നത് പോലെ തോന്നിയതും ഞെട്ടിലൂടെ നിസാം പിറകിലേക്ക് നോക്കി. ആരാ അത്? അവൻ്റെ കൈ ചെറുതായി അയഞ്ഞതും അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഷെറിൻ മെയിൻ റോഡിനടുത്തേക്ക് കുതിച്ചു. അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ച നിസാമിനെ അവളുടെ ബ്ലൗസിന് പിറകിലാണ് പിടുത്തം കിട്ടിയത്. പുറത്ത് കിടക്കാനുള്ള വ്യഗ്രതയിൽ മുന്നോട്ടാഞ്ഞ ഷെറിൻ്റെ ബ്ലൗസിന് പിൻവശം കീറി. അതിൻ്റെ ഒരു പീസ് നിസാമിൻ്റെ കയ്യിലിരുന്നു. പെട്ടെന്ന് തന്നെ സാരിത്തുമ്പ് വലിച്ചു വാരി നഗ്നമായ പുറം മറിച്ച് ഷെറിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി. അവളുടെ പിറകെ പാഞ്ഞു വന്ന നിസാം പുറത്ത് തടിച്ചു കൂടിയവരെ കണ്ട് ഇടിവെറ്റിയതുപോലെ അനക്കമറ്റു പോയി. ചതി, കൊടും ചതി. നാട്ടുകാർക്കിടയിൽ നിൽക്കുന്ന റിൻഷയെ കണ്ടതും നിസാമിന് കാര്യം മനസ്സിലായി. അസൽ ഡ്രാമ തന്നെയായിരുന്നു ഇത്. തന്നെ വീഴ്ത്താൻ വേണ്ടി ഷെറിൻ ഒരുക്കിയ ചതിക്കുരുക്കിൽ താൻ പെട്ടുപോയിരിക്കുന്നു. ഇനി ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടും? നിസാമിൻ്റെ ഉള്ളിൽ ഭയം കനത്തു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. നാളെ കഴിഞ്ഞാൽ എൻ്റെ നിക്കാഹാണ്. അത് മുടങ്ങിക്കൂടാ. അല്ല, പണി തീരാത്ത വീടിനുള്ളിൽ അടച്ചുപൂട്ടി രണ്ടുപേരും എന്തു ചെയ്യുമായിരുന്നു? കൂടിയവരിൽ ഒരുത്തൻ അവരുടെ നേർക്കൊരു വഷള നോട്ടം നോക്കി ചോദിച്ചു. ഷെറിൻ തല കുനിച്ചുകൊണ്ട് അരികിലേക്ക് നീങ്ങി നിന്നു. ഓ, പിള്ളേർ പ്രണയിക്കാൻ വന്നതാവും ചേട്ടാ. ഇവർക്കൊക്കെ ഇത് തന്നെയല്ല മുറി. ലോഡ്ജിൽ മുറിയെടുത്തും ആൾതാമസം ഇല്ലാത്ത വീട്ടിൽ കയറിയും എവിടെ ആയാലും അവർക്ക് കാര്യം നടന്നാൽ മതിയല്ലോ. ആരുടെയൊക്കെയോ സംസാരങ്ങൾ ഉയർന്നു. ആരൊക്കെയോ അവരുടെ മുഖങ്ങൾ ഫോണിൽ പകർത്തുന്നുണ്ട്. പറയുന്നടാ, രണ്ടും കൂടി ഇതിനകത്ത് എന്തെടുക്കുകയായിരുന്നു? ഈ പെണ്ണ് ഏതാ? നിന്റെ ഭാര്യയാണോ അതോ കാമുകയോ? നിസാമിനെ പരിചയമുള്ള ഏതൊരു ആൾ നിസാമിൻ്റെ കുനിഞ്ഞുപോയ മുഖത്തിന് നേരെ തട്ടി ചോദിച്ചു. എന്ത് പറയണമെന്നറിയാതെ നിസാം വിയർത്തു. ആരാണെന്ന് പറയൂ. സഹോദരിയാണെന്നോ അതോ സുഹൃത്താണെന്നോ? നിസാം ഷെറിനെ നോക്കി. അഴിഞ്ഞുലിഞ്ഞ മുടിയും പിഞ്ചിക്കേറിയ വസ്ത്രവുമായി നിൽക്കുന്ന ഷെറിൻ താൻ എന്ത് കള്ളം പറഞ്ഞാലും ഇവരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലോർത്തതും നിസാമിന് തല പിരുത്തു തുടങ്ങി. താൻ വന്നു വീണ ചതിക്കയുടെ ആഴം അപ്പോൾ മാത്രമാണ് അവന് മനസ്സിലായത്. പറയടാ നാറി, ഈ പെണ്ണ് നിന്റെ ആരാണ്? ഏതോ ഒരുത്തൻ നിസാമിൻ്റെ ഷർട്ടിൽ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറയാൻ ചേട്ടാ, ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. ഷെറിൻ്റെ ശബ്ദമായിരുന്നു അത്. ഷെറിൻ്റെ ശബ്ദം ഉയർന്നതും അല്ലായുടെ നോട്ടം അവളിലേക്കായി. ഷെറിൻ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന റിൻഷയെ ഒന്ന് നോക്കി. റിൻഷ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ഷെറിൻ എന്താവും പറയാൻ പോകുന്നത്? നിസാം പകപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഷെറിൻ്റെ കണ്ണുകളിൽ ഒരു ക്രൂരമായ ആനന്ദം വിടരുന്നത് അവൻ വ്യക്തമായി കണ്ടു. അവളെ വാ തുറക്കാൻ അനുവദിച്ചുകൂടാ. വാ തുറന്നാൽ അവൾ തനിക്കെതിരെ ആയിരിക്കും പറയാൻ പോകുന്നത്. ഇവളെൻ്റെ ഫ്രണ്ടാണിക്ക. ഞാനിവളെ എൻ്റെ പുതിയ വീട് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഷെറിൻ എന്തെങ്കിലും പറയും മുമ്പേ നിസാം ചാടിക്കയറി പറഞ്ഞു. ഷെറിൻ അവനെയൊന്ന് തുറച്ചു നോക്കി. ആ പറഞ്ഞത് ആർക്കും വിശ്വാസം വന്നിട്ടില്ലെന്ന് ആ മുഖത്ത് തന്നെ വ്യക്തം. ആണോ പെണ്ണെ? ഇവൻ പറയുന്നത് സത്യമാണോ? നേരത്തെ കണ്ട പണിക്കാരിൽ നിന്നായിരുന്നു ചോദ്യം. ഓ പിന്നെ ഫ്രണ്ട്, ഇത് മറ്റേത് തന്നെയാ. ആ പെണ്ണിൻ്റെ വേഷവും വേർത്ത് കുളിച്ചുള്ള നിൽപ്പും കണ്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഇതിനകത്ത് എന്തായിരുന്നുവെന്ന്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ആരെങ്കിലും സത്യം പറയോ? എനിക്കറിയാം ഈ തെണ്ടിയെ. ഇവൻ്റെ വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞതാ. ഇവൻ്റെ കയ്യിലിരിപ്പ് കാരണമായി ആ പാവം പെണ്ണ് പോയി. ഇതവൻ്റെ കാമുകയായിരിക്കും. എനിക്കിപ്പോൾ തോന്നുന്നു ഇവൻ്റെ ഈ അഭീത ബന്ധം അറിഞ്ഞതുകൊണ്ടാവും ആ പെണ്ണ് രക്ഷപ്പെട്ടത്. കൂട്ടത്തിലുള്ള ഒരാൾ അഭിപ്രായപ്പെട്ടു. നിസാം പല്ല് കടിച്ച് അയാളെ കൊല്ലാനുള്ള പകയോടെ നോട്ടം നോക്കി.
ഫ്രണ്ടാണെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഞങ്ങളെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നവരാണ്. ഷെറിൻ വ്യസനത്തോടെ പറഞ്ഞു. എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ നേർക്കായി. നിസാമിന് നേരത്തെ ഒരു ആശ്വാസം അനുഭവപ്പെട്ടില്ലെങ്കിലും തൊട്ടടുത്ത നിമിഷം അത് ഇല്ലാതായിരുന്നു. ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. അവൻ്റെ ഭാര്യയെ ഇവനെ ഇഷ്ടമല്ലെന്നും അവൾ ഡൈവേഴ്സ് ചെയ്താൽ എന്നെ ഉറപ്പായി നിക്കാഹ് കഴിക്കാമെന്നും എനിക്കവനെ വാക്ക് തന്നിരുന്നു. ഇപ്പോൾ എൻ്റെ വയറ്റിൽ അവൻ്റെ കൊച്ചും വളരുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഇവന് പറയാം നാളെ ഇവൻ്റെ വിവാഹമാണെന്ന്. ഇവൻ്റെ വീട്ടുകാർ ഒരിക്കലും എന്നെപ്പോലുള്ളൊരു പെണ്ണിനെ ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന്. ഷെറിൻ്റെ ശബ്ദം കരച്ചിലിൻ്റെ വക്കിലേക്കെത്തി. എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പ് തെളിഞ്ഞു. കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചിട്ട് എൻ്റെ ശരീരവും മനസ്സൊക്കെ സ്വന്തമാക്കിയിട്ട് അവനിപ്പോൾ എന്നെ വേണ്ടെന്ന്. ഞാൻ അവനൊരു ശല്യമാണെന്ന് ഷെറിൻ തകർത്ത് അഭിനയിച്ചു. ഇവള് കള്ളം പറയാ. ഇതൊന്നും വിശ്വസിക്കരുത്. ഷെറിൻ്റെ അഭിനയവും കരച്ചിലുമൊക്കെ കണ്ട് നിസാമിനങ്ങ് വിറഞ്ഞു കയറി. അവൻ അവളെ കടിച്ചു കയറാനുള്ള ദേഷ്യത്തോടെ പല്ലെറുമ്പി. ഞാൻ കള്ളം പറയുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു നോക്ക്. നാളെ കഴിഞ്ഞാൽ ഇവൻ്റെ നിക്കാഹല്ലേ എന്ന് ചോദിച്ചു നോക്കി. വിശ്വാസം വരുന്നില്ലെങ്കിൽ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് റിപ്പോർട്ട് കാണിച്ചു തന്നാൽ മനസ്സിലാവുമല്ലോ ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾ ജോലി ചെയ്ത ഓഫീസിൽ ചോദിച്ചു നോക്കിയാൽ അവർ പറയും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച്. ഷെറിൻ തെളിവുകൾ എണ്ണി നിരത്തി നിസാമിൻ്റെ വാ അടുപ്പിച്ചതോടെ ആ കൂടിയവർക്കെല്ലാം കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി. കൂടിയവരിൽ പലരുടെയും കയ്യിലുള്ള മൊബൈൽ ക്യാമറകൾ അവിടെ നടക്കുന്നത് മുഴുവനും വീഡിയോയിൽ പകർത്തുന്നുണ്ട്. തൻ്റെ മുഖം മൊബൈലിൽ പകർത്തുന്ന ഒരുവനെ നിസാം ക്രോധത്തോടെ കൈയൊങ്ങിയെങ്കിലും അവൻ നിസാമിനെ പിടിച്ചു തള്ളി. അടങ്ങി നിൽക്കടാ, നാട്ടുകാരൊക്കെ കാണട്ടെ നിന്റെ തനി നിറം. അയാൾ ഉറക്കെ ആക്രോശിച്ചതും വേറെ നിവൃത്തിയില്ലാതെ നിസാം അടങ്ങി. ഇവൻ എൻ്റെ സ്നേഹം നടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്ന് കളയാൻ വേണ്ടി എന്നെ ഫോഴ്സ് ചെയ്യാൻ. ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ ക്രൂരമായി ആക്രമിച്ചു. എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. നോക്ക്, എൻ്റെ കഴുത്തിൽ അവൻ ദ്രോഹിച്ചതിൻ്റെ അടയാളം കാണാം. ഷെറിൻ കഴുത്തിലൂടെ മൂടിയ സാരി അല്പം താഴ്ത്തി കാണിച്ചതും നിസാം ഉപദ്രവിച്ചതിൻ്റെ ശേഷിപ്പ് പോലെ അവൻ്റെ നഖം കൊണ്ട് പോറിയ പാടുകൾ കാണാമായിരുന്നു. നിസാം പെട്ടുപോയി. ഇനി ഒരിക്കലും കയറാൻ പറ്റാത്ത ആഴമുള്ളൊരു ഗർത്തത്തിലേക്കാണ് ഷെറിൻ തന്നെ തള്ളിയിട്ടതെന്ന് മനസ്സിലാക്കിയവൻ കൂടുതൽ പരിഭ്രമിച്ചു പോയി. അതേ നിമിഷം തന്നെ ഒരു പോലീസ് വാഹനം ആ വീടിന് മുമ്പിൽ വന്ന് നിർത്തിയതും കൂടിയവരൊക്കെ വെപ്രാളപ്പെട്ട് രണ്ടു ഭാഗത്തേക്കായി നീങ്ങി നിന്നു. നിസാം കൂടുതൽ നടുങ്ങിപ്പോയി. അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പോലും അവൻ ആഗ്രഹിച്ചു പോയിരുന്നു ആ നിമിഷം. പോലീസ് വാഹനത്തെ നോക്കി നിൽക്കുമ്പോൾ ഷെറിൻ്റെ മുഖത്തൊരു വിചിത്രമായ തിളക്കം നിസാം കണ്ടു. ഇനി തനിക്ക് ഒരിക്കലും രക്ഷയില്ല. ഷെറിൻ എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിട്ടാണ് ഈ കളിക്ക് ഇറങ്ങിയത്. ഇത്രയും പെട്ടെന്ന് പോലീസ് ഇങ്ങോട്ട് എത്തണമെങ്കിൽ പോലീസിനെ വിളിച്ചത് ഷെറിൻ ഏൽപ്പിച്ച അവളുടെ കൂട്ടുകാരികളിൽ ആരെങ്കിലും ആവുമെന്ന് തന്നെ നിസാം ഉറച്ച് വിശ്വസിച്ചു. അത് തന്നെയായിരുന്നു സത്യം. തനിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കി വെക്കാനില്ലാത്തവണ്ണം അവൾ എന്നെ കൊളുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. നിസാം അസ്വസ്ഥനായി. നാളെ കഴിഞ്ഞാൽ നടക്കാനിരിക്കുന്ന തൻ്റെ വിവാഹം, തനിക്ക് വന്നു ചേരാനിരിക്കുന്ന രാജയോഗം എല്ലാം കാൽച്ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോവുകയാണല്ലോ എന്നോർത്തതും നിസാമിനെ ഭ്രാന്തി പിടിച്ചു. ഇവിടെ അനാശാസ്യം നടക്കുന്നു എന്നൊരു ഇൻഫർമേഷൻ ലഭിച്ചിരുന്നു. എവിടെയാ രണ്ട് കുരുവിക്കുഞ്ഞുങ്ങൾ? ഒരു പോലീസുകാരൻ പരിഹാസം കലർത്തി ചോദിച്ചു. ദേ ഇവരാണ് സാറേ. ദേ ഈ ചെറുക്കനെ, ഈ നിൽക്കുന്ന പെണ്ണിനെ പ്രേമിച്ച് വഞ്ചിച്ച് അവൾക്ക് വയറ്റിലും ഉണ്ടാക്കി കൊടുത്തിട്ട് ഒടുക്കം അവൾ തലയിലാവുമെന്നായപ്പോഴേ അവളെ ഇവിടെ ഇട്ട് കൊല്ലാനുള്ള പരിപാടിയായിരുന്നു. ഒരുത്തൻ ആവേശത്തോടെ പറഞ്ഞു. ആണോടി, ഇവർ പറയുന്നത് സത്യമാണോ? വനിതാ കോൺസ്റ്റബിൾ ഷെറിൻ്റെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അതെ, നാളെ ഇവൻ്റെ വിവാഹമാണ്. അതിന് ഞാനൊരു തടസ്സമാവെന്ന് കരുതിയ ഇവനെന്നെ. ഷെറിൻ വിതുമ്പി. ഇവനില്ലാതെ എനിക്ക് പറ്റില്ല സാറേ. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി എനിക്കവനെ വേണം. ഷെറിൻ പൊട്ടിക്കരിഞ്ഞു. കണ്ടു നിൽക്കുന്നവരുടെയെല്ലാം കണ്ണിൽ അവളുടെ കണ്ണുനീർ തുള്ളികൾ സഹതാപം വരുത്തി. ഓള് കള്ളിയ സാറേ, കല്ല് വെച്ച് നുണയാണ് ഓൾ പറയുന്നത്. പട്ടിച്ചി ഓളെ ചീ നിർത്തടാ. നിസാം പറഞ്ഞു തീരും മുമ്പേ പോലീസുകാരൻ ഒച്ചയിട്ട് അവനെ പിടിച്ചു തള്ളി. അത് കേട്ട നിസാം ഞെട്ടലോടെ വാ അടച്ചു. അപ്പോഴും ഷെറിൻ കരഞ്ഞുകൊണ്ട് കണ്ണും മൂക്കും തുടക്കുകയാണ്. കരച്ചിൽ നിർത്തേ. ഇതുപോലെയുള്ളവന്മാരൊക്കെ ഒന്ന് ചിരിച്ചു കാണിച്ച അപ്പോഴേക്കും തുണി അഴിച്ച് കൂടെ കിടത്തും. അപ്പോൾ ഒരു ബോധവും കാണില്ലല്ലോ. എന്നിട്ടിപ്പോൾ നിന്ന് മോങ്ങുന്നോ? നടക്ക്, ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിക്കാം. വനിതാ പോലീസ് അവളുടെ കൈക്ക് പിടിച്ചു വലിച്ച് പോലീസ് വാഹനത്തിനടുത്തേക്ക് നീങ്ങി. നിന്നോടിനി വണ്ടിയിൽ കയറാൻ പ്രത്യേകം പറയണടാ.
പോലീസുകാരൻ്റെ അലർച്ചയിൽ പകച്ചുപോയ നിസാം അയാളോടൊപ്പം നടന്നു. ഒരു ചങ്ങാതി വാട്സപ്പിൽ അയച്ച വീഡിയോ ഓപ്പണാക്കിയതും ഹംസ ഞെട്ടിത്തെറിച്ചു പോയി. നാട്ടുകാരുടെ മുന്നിൽ മുഖം കുനിച്ചു നിൽക്കുന്ന നിസാം, അവൻ്റെ തൊട്ടടുത്ത് അഴിഞ്ഞിലിഞ്ഞ മുടിയും പിന്നിപ്പറന്ന സാരിയും ഉടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണ്. താൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഹംസയ്ക്ക് നെഞ്ചിലേക്ക് ആരോ ഒരു പാറക്കല്ല് എടുത്തിട്ടതുപോലെ തോന്നി. തകർച്ചയോടെ അയാൾ ആ വീഡിയോ വീണ്ടും മുഴുവനും കണ്ടു നിന്നു. കള്ളവും ചതിയും കൊണ്ട് പടുത്തുയർത്തിയ കൊട്ടാരം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണിരിക്കുന്നു. നാളെ നടത്താനിരുന്ന വിവാഹം, അക്ബർ ഹാജിയുടെ കയ്യിൽ നിന്നും ശ്രീധരൻ വാങ്ങിയ ലക്ഷങ്ങൾ, എല്ലാം കൂടി ഓർത്തതും ഹംസക്ക് തല കറങ്ങി. ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് ഇറങ്ങാൻ തോന്നിപ്പോയി അയാൾക്ക്. എൻ്റെ പഠിച്ചോനെ, അയാളോട് കണക്ക് പറഞ്ഞ് വാങ്ങിച്ച രൂപയിൽ പകുതി കൊണ്ട് ഇതുവരെയുള്ള കടം തീർത്തിരുന്നു. വിവരം ഇപ്പോൾ കരിപ്പമണ്ണയിലെ കോടീശ്വരനായ അക്ബർ ഹാജിയുടെ കാതിലും എത്തിക്കാണും. ചതിച്ചല്ലോ റബ്ബേ. കടുത്ത നെഞ്ചുവേദനയും അപമാനഭാരവും കൊണ്ട് ഹംസ ഉറക്കെ നിലവിളിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് താഴെ വീണ് ചിതറി. അയാൾ തളർച്ചയോടെ സോഫയിലേക്ക് ചാരി. അപ്പോഴേക്കും മുറ്റത്ത് ഏതോ ഒരു വലിയ വാഹനം ഇരമ്പിലൂടെ വന്ന് നിർത്തുന്നതറിഞ്ഞു. ഉമ്മ! അലറി വിളിച്ചുകൊണ്ടാണ് ഇഷാം വീടിനകത്തേക്ക് കയറിയത്. അടുക്കളയിൽ എന്തോ പണിയിലായിരുന്ന നബീസുമയും റൂം അടച്ചുപൂട്ടി റയ്യാനോട് കിഞ്ഞരിച്ചു കൊണ്ടിരിക്കുന്ന ലിബയും ഇഷാമിൻ്റെ അലർച്ച കേട്ട് ഹാളിലേക്ക് പാഞ്ഞെത്തി. സോഫയിൽ തളർച്ചയോടെ ഇരിക്കുന്ന ഹംസയുടെ നേരെ ഒരു കൂർത്ത നോട്ടം നോക്കി ഇഷാം. അവൻ്റെ പുച്ഛം നിറച്ച നോട്ടം അയാളുടെ ഹൃദയത്തിനാഴത്തിൽ തന്നെ തറച്ചു. അവൻ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് ഹംസക്ക് മനസ്സിലായി. എന്നാൽ നബീസുമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എന്താടാ മോനെ ഈ നിലവിളിക്കണേ? എന്താ നിനക്ക്? ഇഷാമിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നബീസുമ്മ വെപ്രാളപ്പെട്ട് ചോദിച്ചു. എനിക്കൊന്നും ഇല്ല ഉമ്മ. എന്താണെന്ന് ഇയാളോട് ചോദിച്ചു നോക്ക്. ഇയാൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ രണ്ടാമത്തെ മോൻ്റെ വിശേഷങ്ങൾ. ഹംസയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഇഷാം. നബീസുമ്മ ഹംസയെ നോക്കി. നെഞ്ചിൽ അമർത്തി തിരുമ്മിക്കൊണ്ടിരുന്ന അയാൾ ഭാര്യയുടെ കൂർത്ത നോട്ടത്തിൽ ഒന്ന് വിളറി. നീ കാര്യം പറഞ്ഞു ഇഷാമേ. എന്താ ഉണ്ടായത്? നിസാം, എന്താ അവന് പറ്റിയത്? പറ ഇഷാമേ. നബീസുമ്മ ഒരു പെറ്റുമ്മയുടെ ആദിയോടെ ഇഷാമിൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇഷാം ഫോണെടുത്ത് വീഡിയോ ഓൺ ചെയ്ത് നബീസുമ്മയുടെ മുൻപിലേക്ക് നീട്ടി. ഇക്കാക്ക എന്താണ് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ലിബയും ഫോണിലേക്ക് എത്തി നോക്കി. അതിലെ ദൃശ്യങ്ങൾ ഓരോന്നും കണ്ടു നബീസുമ്മ നടുങ്ങിപ്പോയി. അതുപോലെ ലിബയും. ഷെറിനെ ഒറ്റ നോട്ടത്തിലെ നബീസുമ്മ തിരിച്ചറിഞ്ഞു. കണ്ടില്ലേ മകൻ ചെയ്തു കൂട്ടുന്ന പോക്രിത്തരങ്ങൾ? ഏതോ ഈ പെണ്ണിൻ്റെ കൂടെ. മുൻപിൽ നിൽക്കുന്നത് തൻ്റെ ഉമ്മയാണെന്നുള്ള ഓർമ്മയിൽ ബാക്കി പറയാൻ അറച്ചുവൻ നിർത്തി. ഇത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ തൊലി ഇരിഞ്ഞു പോയി ഉമ്മ. ഇക്കാക്കയായി പോയില്ലേ? അപമാനത്തിൻ്റെ കൂർത്ത നോട്ടങ്ങൾ എൻ്റെയും നേരെയും വരുമല്ലോ. ഇഷാമിൻ്റെ മുഖം ചുമന്നു. ഈ മനുഷ്യനെ ഇരിക്കുന്ന ഒറ്റൊരുത്തന അവനെ എങ്ങനെ വളർത്തി വഷളാക്കിയത്? പണത്തിനോടുള്ള ആർത്തിമൂത്ത് ഓരോന്ന് ചെവിയിൽ ഓതിക്കൊടുത്ത് എരികയറ്റി മോൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ ക്രൂരനാണ് ഇയാൾ. ഇയാളുടെ ദുഷ്ട മനസ്സുകൊണ്ടാ അവനെങ്ങനെ തമ്മാടിയായി പോയത്. ഇഷാം വിടർച്ചയോടെ പറഞ്ഞ് ഹംസയുടെ നേരെ ചൂണ്ടുവിരൽ ഉയർത്തി. അവൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് പോലും തീച്ചിതറി തന്നെ പൊള്ളിക്കുന്നുണ്ടെന്ന് തോന്നി ഹംസയ്ക്ക്. ഇയാളെന്ന് ബഹുമാനത്തോടെ ബാപ്പ എന്ന് മാത്രം വിളിച്ചിരുന്ന മകൻ തന്നെ അഭിസംബോധന ചെയ്യുന്നത് കേട്ട് ഹംസയുടെ ഹൃദയം ഒന്ന് നീറി. അയാൾ വേദനയുള്ള നെഞ്ചിൽ അമർത്തി ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു. അസഹനീയമായ വേദന കൊണ്ട് അയാളുടെ മുഖം ചുളിയുന്നത് കണ്ടിട്ടും നബീസുമ്മയ്ക്ക് അയാളോട് ഒരു ദയം തോന്നിയില്ല. നാളെ കഴിഞ്ഞാൽ മകൻ്റെ വിവാഹം നടത്താൻ ഇരുന്നവനാണ്. ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് കരുതിയില്ല. അഹങ്കാരിയാണ്. സ്വന്തം ലാഭം മാത്രം മുന്നിൽ കണ്ട് മക്കളുടെ ജീവിതം തല്ലിക്കൊഴുക്കുന്ന കാട്ടാളനാണ് തൻ്റെ മുൻപിൽ ഇരിക്കുന്നതെന്ന് തോന്നി നബീസുമ്മക്ക്. അയാളുടെ തകർച്ചയോടുള്ള ഇരിപ്പ് കണ്ട് നബീസുമ്മയുടെ ചുണ്ടുകളൊന്ന് പുച്ഛത്തിൽ കൂടി. ആ അവസ്ഥയിലും ഒരു ഭ്രാന്തിയെപ്പോലെ പൊട്ടിച്ചിരിക്കാനാണ് അവർക്ക് തോന്നിയത്. ഒരു പാവം പെണ്ണിൻ്റെ കണ്ണുനീര് കുടിപ്പിച്ച് ഇവിടെ നിന്നും ഇറക്കി വിട്ടതിൻ്റെ ശാപം. അതാണിപ്പോൾ അയാളും അയാളുടെ ഓമന മകനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നബീസോ, എൻ്റെ നാവ് വരളുന്നടി. എൻ്റെ നെഞ്ച് വല്ലാതെ നോവുന്നു. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. അയാളുടെ വെറി പിടിച്ച ശബ്ദം നബീസുമ്മയുടെ കാതിൽ പതിഞ്ഞു. നബീസുമ്മ അയാളെ തുറിച്ചു നോക്കി. പിന്നെ വെള്ളം വേണമെങ്കിലേ തനിയെ അങ്ങ് എടുത്തു കുടിക്കണം. നിങ്ങൾ പറയുന്നതൊക്കെ മുറക്കനുസരിക്കാൻ ഞാൻ നിങ്ങളെ വേലക്കാരിയൊന്നുമല്ല, നബീസുമ്മ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഭാര്യയുടെ ഭാവമാറ്റം കണ്ട് അമ്പരപ്പോടെ അയാളുടെ കണ്ണുകൾ തുറിച്ചു. ഇഷാമേ, എനിക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യടാ മോനെ. ഞാനും നിൻ്റെ കൂടെ വരുവാ.
നബീസമ്മ ഇഷാമിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വാശിയോടെ പറഞ്ഞു. ഇഷാം ഉമ്മയെ ചേർത്ത് പിടിച്ചു. സ്വന്തമായി ഒരു ചെറിയ വീട് വാങ്ങിച്ചിട്ട് ഉമ്മയെ ഈ നരകത്തിൽ നിന്നും രക്ഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അവനും തീരുമാനിച്ചതാണ്. എന്തായാലും ഭാനുവിൻ്റെ വീട്ടിൽ ഉമ്മയെ കൊണ്ട് താമസിക്കുന്നത് ശരിയല്ല. അവളുടെ ഉമ്മ തൻ്റെ ഉമ്മയെ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും തനിക്കത് സഹിച്ചെന്ന് വരില്ല. ഇനിയിപ്പോൾ ഒരു വാടക വീട് എടുക്കേണ്ടി വരും. എന്നാലും സാരമില്ല, എൻ്റെ ഉമ്മച്ചിയെ ഞാൻ കൊണ്ടുപോകും. ഇഷാം മനസ്സിലൊരുവിട്ടു. ഇയാളും ഇയാളുടെ മകനും ചേർന്ന് ഒരു പാവം പെണ്ണിനെ ഇവിടെ നിന്നും കരയിച്ച് ഇറക്കി വിട്ടതാണ്. അവളുടെ കണ്ണിൽ നിന്ന് ഊർന്നു വീണ ഓരോ തുള്ളിയും ഇവരോട് കണക്ക് ചോദിച്ചു. ഈ തറവാട് നശിച്ചു വീഴും വരെ ആ ശാപം ഇവിടെ വിട്ടു പോവില്ല. എനിക്കൊന്നും ഇനി കണ്ടു നിൽക്കാൻ വയ്യടാ. വരാൻ പോകുന്ന ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് നബീസുമ്മ പോകാൻ തയ്യാറായി. അപ്പോൾ ഞാനോ? ഉമ്മ പോയാൽ ഞാനിവിടെ ഒറ്റക്കായി പോവില്ലേ? അത്രയും സമയം മൗനം പൂണ്ട ലിബ എന്തോ പറയാൻ ശ്രമിച്ചു. നീ ഒറ്റക്കല്ല, നിന്റെ ബാപ്പയും മാങ്ങളെയും ഉണ്ടാവില്ലേ ഇവിടെ. നീയും അവരിൽ നിന്ന് ഒട്ടും മോശമില്ലല്ലോ. നബീസുമ്മയുടെ ശബ്ദം വിറച്ചു. ലിബ നിരാശയോടെ മുഖം താഴ്ത്തി. ഉമ്മാക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഉമ്മ എടുത്തോളൂ, ഇഷാം പറഞ്ഞു. നബീസുമ്മ അകത്തേക്ക് പോയി അത്യാവശ്യം മാറിയിടാനുള്ള വസ്ത്രങ്ങളും തിരിച്ചറിയൽ രേഖകളും എടുത്ത് പുറത്തേക്ക് വന്നു. 18-ാം വയസ്സിൽ തൻ്റെ മഹ്റണിന് തൻ്റെ പാതിയായി കൂടെ വന്നവളാണ്. താൻ എന്ത് പറഞ്ഞാലും മറുത്തൊരു വാക്കു പറയാതെ മടുപ്പില്ലാതെ തന്നെ അനുസരിച്ചിരുന്നവൾ. തൻ്റെ ദേഷ്യവും വാശിയുമെല്ലാം മറിഞ്ഞ് പെരുമാറിയിരുന്നവൾ. താൻ പറയുന്നതിനപ്പുറം പ്രത്യേകിച്ചൊരു ഇഷ്ടമോ മോഹമോ ഇല്ലാതെ ഈ ചെറിയ ലോകത്ത് തൻ്റെ മക്കളെ നോക്കി ഒതുങ്ങിക്കൂടിയിരുന്ന തൻ്റെ ഭാര്യ 1000 പ്രാവശ്യം ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടും എങ്ങും പോവാതെ കണ്ണു നിറച്ച് തൻ്റെ കാൽക്കീയിൽ യജമാനനെ അനുസരിക്കുന്നൊരു പട്ടിയെപ്പോലെ മുഖം കുനിച്ചു നിന്നവൾ. നബീസുമ്മ ആ വീട് വിട്ടിറങ്ങുന്ന കാഴ്ച കണ്ട് നെഞ്ചുപൊടിയുന്ന വേദനയോടെ ഹംസയിരുന്നു. അവരെ തടയാനും പോകണ്ടെന്ന് പറയാനും മനസ്സ് കൊതിച്ചില്ലെങ്കിലും ഉള്ളിലെ അടങ്ങാത്ത അഹങ്കാരം അവർക്ക് മുന്നിൽ കുറയാനും സമ്മതിക്കുന്നില്ല. പോകട്ടെ, മകൻ്റെ കൂടെ അവൾ എത്ര ദിവസം നിൽക്കുമെന്ന് കാണാലോ. മരുമോളെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ 4 ദിവസം തികക്കില്ല. അതിർപ്പപ്പെട്ട മോൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തള്ളിക്കോളും. അയാളുടെ പരിഹാസം കലർന്ന വാക്കുകൾ നബീസുമ്മയുടെ കാതോരം പതിഞ്ഞു. അവർ കത്തുന്ന മിഴികളോടെ തിരിഞ്ഞു നോക്കി. പിന്നെ മരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാലും ഇനി നിങ്ങളിലേക്കൊരു മടക്കമുണ്ടാവില്ല ഈ നബീസയ്ക്ക്. 30 വർഷം നിങ്ങളെ കാൽച്ചുവട്ടിൽ കിടന്ന് മരിച്ചു ജീവിച്ച എനിക്കിപ്പോൾ മരണത്തെ പോലും ഭയമില്ല. നിങ്ങൾ കരുതിയിരുന്നോ? ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അവരുടെ ശബ്ദം നനഞ്ഞു. കണ്ണിൽ നിന്നൊരു കനൽത്തുള്ളി കവിളിലൂടെ ഊർന്നിറങ്ങി. ഇഷാമിൻ്റെ കൈ പിടിച്ചവർ മുറ്റത്തേക്ക് ഇറങ്ങിയതും കണ്ടു ഒരു പോലീസ് വാഹനം ഗേറ്റ് കടന്ന് വരുന്നത്. അതിൽ നിന്ന് ഇറങ്ങുന്ന നിസാമിനെയും ഷെറിനെയും കണ്ണീർ മങ്ങിയ കാഴ്ചയിലും ആ ഉമ്മ തിരിച്ചറിഞ്ഞു. നിസാമിൻ്റെ പിറകിലായി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും ഉമ്മറത്തേക്ക് വന്ന ഹംസയുടെ രക്തം തിളച്ചു. ഈ പേച്ചവളെ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? നെഞ്ചുവേദന പോലും വകവെക്കാതെ അയാൾ ഉമ്മറത്തേക്ക് ചാടി ഇറങ്ങി. അത് കൊള്ളാം, തൻ്റെ ചെറുക്കം കെട്ടാൻ പോകുന്ന പെണ്ണിനെ പിന്നെ തൻ്റെ തറവാട്ടിലല്ലാതെ എൻ്റെ തറവാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാനൊക്കുമോ? ഒരു പോലീസുകാരൻ പരിഹാസത്തോടെ ചോദിച്ചു. എൻ്റെ ചെറുക്കം കെട്ടാൻ പോകുന്ന പെണ്ണോ? ഇവൻ്റെ നിക്കാഹ് ഞാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ്. ഈ പേച്ചവളെയൊന്നും കെട്ടാൻ ഞാൻ സമ്മതിക്കൂല, ഹംസ തോറ്റുകൊടുക്കാൻ ഭാവമില്ലാതെ പറഞ്ഞു. ദേ കാർന്നോരെ, ഞാനൊരു കാര്യം പറയാം. ഈ പെണ്ണിൻ്റെ വയറ്റിൽ കിടക്കുന്ന തൻ്റെ മോൻ്റെ കൊച്ചാണെന്ന് അവനും സമ്മതിച്ചിട്ടുണ്ട്. അവളെ പേപ്പിച്ചത് അവൻ തന്നെയാണെന്ന് സമ്മതിച്ചു തന്ന സ്ഥിതിക്ക് മര്യാദയ്ക്ക് ഇവരെ തന്നെ പിടിച്ച് കെട്ടിച്ചേക്ക്. അല്ലെങ്കിൽ പിന്നെ കേസും കൂട്ടവുമായി നിങ്ങൾക്കെതിരെ വധശ്രമത്തിന് ഈ പെണ്ണൊരു കേസ് കൊടുത്താലേ തനിക്കും തൻ്റെ മോനും ഇനിയുള്ള കാലം മുഴുവനും ഒരുമിച്ച് അഴിയണം. അത് വേണോ? പോലീസുകാരൻ മീശയൊന്ന് പിരിച്ചു വെച്ച് ചോദിച്ചതും ഹംസ പതറിപ്പോയി. അയാൾ നിസാമിനെ ഒന്ന് നോക്കി. എല്ലാം ഒപ്പിച്ചു വച്ച് വന്നു നിൽക്കുന്നത് കണ്ടില്ലേ? ഒരു ദിവസം കൊണ്ട് തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളിച്ചു നായിൻ്റെ മോൻ. ബാപ്പയുടെ രൂക്ഷമായ നോട്ടം താങ്ങാൻ കഴിയാതെ നിസാം തല താഴ്ത്തി. പോലീസുകാരുടെ വാക്കിനു മുമ്പിൽ എല്ലാം സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നതാണ്. കടുത്ത അപമാനഭാരം കൊണ്ട് നിസാമിൻ്റെ മുഖം മണ്ണോളം താഴ്ന്നു. എന്നാൽ ബാപ്പയുടെയും മോൻ്റെയും തകർച്ചയോടുള്ള നിൽപ്പ് കണ്ട് ഷെറിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇന്ന് തന്നെ ഇവരെ നിക്കാഹങ്ങ് നടത്തിയേക്ക്. ഈ കുട്ടിയുടെ പേരൻസിനെയും ഞങ്ങൾ കാര്യങ്ങൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അവളുടെ ബാപ്പ പള്ളിയിലേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഈ പെണ്ണിനെ ഇതിനകത്തിട്ട് ദ്രോഹിച്ചാലേ നമ്മൾ ഇനിയും കാണേണ്ടി വരും. പോലീസുകാരൻ താക്കീതോടെ വിലയിരുത്തി. സബ് ഇൻസ്പെക്ടർ മനൂപ്, അയാൾ സ്നേഹയുടെ ബന്ധുവാണ്. നിസാമിൻ്റെയും ഷെറിൻ്റെയും ലൈഫിൽ സംഭവിച്ചതെല്ലാം സ്നേഹ അയാളോട് പറഞ്ഞിട്ടുണ്ട്.
സ്നേഹ വിളിച്ചു പറഞ്ഞത് പ്രകാരമാണ് മനൂപ് ഇന്ന് നിസാമിൻ്റെ പുതിയ വീട്ടിലേക്ക് ചെന്നതും അവരെ കൈയോടെ അറസ്റ്റ് ചെയ്തതും. പോലീസ് വാഹനം ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയതും നിസാം ഇഷാമിൻ്റെ അരികിൽ നിൽക്കുന്ന ഉമ്മയെ നോക്കി. വല്ലാത്തൊരു വേദന കൊണ്ട് അവൻ്റെ നെഞ്ചു പിടഞ്ഞ നേരമായിരുന്നു അത്. അവൻ നബീസുമ്മയുടെ അടുത്തേക്ക് ചുവട് വെച്ചു. ഉമ്മ. നാളുകൾക്ക് ശേഷം ഉമ്മയെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ഇടർച്ച കലർന്നിരുന്നു. ഞാൻ അവനെന്തോ പറയാൻ ശ്രമിച്ചതും നബീസുമ്മ അവനെ കൈനീട്ടി തടഞ്ഞു. വേണ്ട, എൻ്റെ മുൻപിലൊരു ഏറ്റുപറച്ചിലും വേണ്ട നിസാമേ. എനിക്ക് നിന്നെ കേൾക്കുകയും വേണ്ട. റസിയെ നീ എന്ന് നോവിച്ചു വിട്ടോ? അന്ന് തൊട്ട് ഞാൻ എൻ്റെ മകനെ വെറുത്തു തുടങ്ങിയതാണ്. ആ പാവം പെണ്ണിൻ്റെ ജീവിതം എങ്ങനെയാകാൻ ഞാനും ഒരു നിശബ്ദ കാരണമായിരുന്നല്ലോ എന്നോർത്ത് ഉരുകയാണ് ഞാൻ ഇത്രയും ദിവസം ഈ വീട്ടിൽ കഴിഞ്ഞുകൂടിയത്. ഇതുവരെ അയാൾ പറയുന്നതാണല്ലോ നിനക്ക് വേദവാക്യം. വിവരമില്ലാത്ത ഈ ഉമ്മാൻ്റെ വാക്കുകൾ നിനക്കൊന്നും പുച്ഛമായിരുന്നില്ലേ? ഇനിയുള്ളതും അവിടെ പറഞ്ഞാൽ മതി നിസാമേ. 30 വർഷത്തെ നരക ജീവിതം അവസാനിപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ് എൻ്റെ മോൻ്റെ കൂടെ. പറഞ്ഞു നിർത്തി നബീസുമ്മ ഇഷാമിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഉമ്മ പോവുകയാണോ? ഞാൻ കാരണം, എൻ്റെ പ്രവൃത്തി കാരണം? നിസാം വല്ലാത്തൊരു ഹൃദയവേദനയോടെ ഇഷാമിനെ നോക്കി. ഇഷാമിൻ്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് മാറാൻ പറ്റിയൊരു സിറ്റുവേഷനിലൊന്നും അല്ല ഞാൻ. എന്നാലും എൻ്റെ ഉമ്മയെ ഇനിയും ഇവിടെ നിർത്തുന്നില്ല, കൊണ്ടുപോവാ. എനിക്ക് ആരോഗ്യം ആയുസ്സും ഉള്ളിടത്തോളം ഇഷാം പൊന്നുപോലെ നിൽക്കും എൻ്റെ ഉമ്മയെ. അതും പറഞ്ഞ് ഇഷാം ഡോർ തുറന്ന് ഉമ്മയെ കാറിലേക്ക് കയറ്റി. നബീസുമ്മയെ കൊണ്ട് ഇഷാമിൻ്റെ വാഹനം അകന്നു പോകുന്നത് നോക്കി ഒരു പുരുഷന് ഉണ്ടാവുന്ന ഏറ്റവും വലിയ തകർച്ചയോടെ ഹംസയും നിസാമും ആ വീടിന് മുറ്റത്ത് നിന്നു. ഉമ്മയില്ലാത്ത വീട്. എത്ര പെട്ടെന്നാണ് ആ വീടൊരു മരണ വീട് പോലെ ശൂന്യമായി പോയത്. ഷിബിലി വാട്സപ്പിൽ അയച്ചു കൊടുത്ത വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കി റസിയ. ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന നിസാമും ഷെറിനും ആ ദൃശ്യങ്ങൾ കണ്ട് തീർത്തപ്പോഴേക്കും റസിയയുടെ നെഞ്ച് പതച്ചിരുന്നു. ഷെറിൻ മുഴുക്കിയാണ്. ചതിക്ക് പകരം മറ്റൊരു ചതിയിലൂടെ അവൻ നിസാമിനെ തളിച്ചിട്ടു. അവനെ ഒരിക്കലും രക്ഷപ്പെട്ട് പുറത്തു ചാടാൻ കഴിയാത്ത വിധത്തിലല്ലേ അവൾ അവസാന ആണിയും തറച്ചിട്ടത്. റസിയ ഒരു മരവിപ്പോടെ ബെഡിലേക്കിരുന്നു. നിസാമിൽ നിന്നും താൻ അനുഭവിച്ചു തീർത്ത ക്രൂരതകളൊക്കെയും അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അവൻ്റെ മണവാട്ടിയായി വലുതുകാല് വെച്ച് കയറി വന്ന അന്ന് തന്നെ അവൻ തന്നെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചത്. തൻ്റെ ശരീരത്തെ ഒരു മൃഗത്തെ പോലെ കടിച്ചു കീറിയത്. തൻ്റെ സ്നേഹനിധിയായി ഭർത്താവ് ചമഞ്ഞ് തൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തന്നെ പോറ്റുന്നതിനുള്ള കൂലി ചോദിച്ചു വാങ്ങിയത്. എല്ലാം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നതും അവളുടെ കൺകോണിൽ ഒരു കുഞ്ഞ് നീർത്തുള്ളി പൊടിഞ്ഞു വന്നു. ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കുന്ന പെണ്ണ് ചാരി വെച്ച ഡോറ് തുറന്ന് അകത്തേക്ക് വന്ന് ഷിബിലയെ കണ്ടില്ല. ഹേയ് കുഞ്ഞോളെ, നീ ഇത് ഏത് ലോകത്താ? റസിയയുടെ മുഖത്തിന് കുറുകെ കൈവീശി അവനെ വിളിച്ചപ്പോഴാണ് റസിയ ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണരുന്നത്. താനിത് ഏത് ലോകത്താടോ? ഒന്നുമില്ല, ഞാനേ ഓരോന്നോർത്ത്. അവൻ കാണും മുമ്പേ റസിയ കണ്ണിന് തുള്ളി തുടച്ചു മാറ്റി. ഞാൻ താനയച്ച് വീഡിയോ കണ്ടോ? ഷിബിലി തിരിക്കി. കണ്ടു. റസിയയുടെ ശബ്ദം പതിഞ്ഞു. കണ്ടിട്ട് എന്ത് തോന്നി? സന്തോഷമോ വേദനയോ? ഷിബിലി അവളുടെ വെളുത്ത വട്ടമുഖം കൈക്കുമ്പിളിലെടുത്തു. ഒന്നും തോന്നിയില്ല, റസിയ പറഞ്ഞു. അതാ നല്ലത്. അവൻ ചെയ്ത് കൂട്ടിയ ക്രൂരതയ്ക്കുള്ളത് അവൻ തന്നെ അനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. എൻ്റെ പെണ്ണ് തൽക്കാലം അതൊന്നും ഓർക്കണ്ട കേട്ടോ. ഇപ്പോൾ എന്നെ മാത്രം ഓർത്താൽ മതി. കുറുമ്പോടെ പറഞ്ഞവൻ അവളുടെ മൂക്കിൻ തുമ്പത്തൊരു ചുംബനം നൽകി. നീ എൻ്റെ പെണ്ണ, നീ എന്നെ മാത്രം ഓർത്താൽ മതി. അവൻ മന്ത്രാടം പോലെ അവളുടെ കാതോരം പറഞ്ഞു. പിന്നെ ഈ സമയത്ത് നല്ല ചിന്തകളാണ് വേണ്ടത്. നമ്മുടെ മോനുകുട്ടൻ ഉഷാറാവട്ടെ. അവൻ്റെ വലതുകരം കൊണ്ട് അവളുടെ വയറിനെ ഒന്ന് തലോടി. അവൻ്റെ സ്പർശനം തട്ടിയതും കുഞ്ഞ് ചെറുതായെന്ന് ഇളകി. ഞാൻ കുഞ്ഞിനെ എന്ന് ചുംബിച്ചിട്ടടി. ഷിബിലിയുടെ ആർദ്രമായ സ്വരം കേട്ടത് റസിയയുടെ കണ്ണി നിറഞ്ഞു. മറ്റൊരാളുടെ കുഞ്ഞിനെ സ്വന്തമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു അവൻ, തൻ്റെ പ്രിയപ്പെട്ടവന്. അവൾ അനുവാദമെന്ന പോലെ തല അനക്കിയതും ഷിബിലി നിലത്ത് മുട്ടുകുത്തി അവളുടെ ചെറുതായി ഉയർന്ന വയറിൽ പതിയെ ഉമ്മ വെച്ചു. സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, പ്രണയത്തിൻ്റെ ചുംബന ചൂടിൽ റസിയുടെ ഹൃദയം നിറഞ്ഞു. ഇതിൽ കൂടുതൽ അവൾക്ക് എന്താ വേണം? അബ്ബയുടെ മോനിക്കുട്ടാ, ഈ പാവം ഉമ്മച്ചിക്കുട്ടിയെ ചവിട്ടിയും കുത്തിയും ഒന്നും അധികം വേദനിപ്പിക്കില്ല കേട്ടോ. നീ ഇങ്ങ് വന്നിട്ട് വേണം എനിക്ക് കുഞ്ഞു പെണ്ണിനൊരു മഹർ അണിയിച്ചു കൊടുക്കാൻ, ഷിബിലി കുഞ്ഞിനോടെന്ന പോലെ പറഞ്ഞു. ഇൻഷാ അല്ലാ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും കമൻറ്റിലേക്കും ഷെയറും ചെയ്യണേ.